ഫ്രീഡം ക്വിസ് മത്സരത്തിൽ വീര സവർക്കറെക്കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെടുത്തിയതിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ഓഗസ്റ്റ് 1 തന്നെ ചോദ്യം AEOയ്ക്ക് അയച്ചിരുന്നതായി അധ്യാപകൻ ഗുരുപ്രസാദ് റായ് കോടതിയെ അറിയിച്ചു. ചോദ്യം സംബന്ധിച്ച് അറിവുണ്ടായിട്ടും AEOയ്ക്കെതിരെ നടപടി ഉണ്ടായില്ലല്ലോ എന്ന് കോടതി ചോദിച്ചു. ചോദ്യം ഉൾപ്പെടുത്തിയത് മാത്രമല്ല നടപടിക്ക് കാരണമെന്നും അക്കാദമിക ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അധ്യാപകൻ വീഴ്ച വരുത്തിയെന്നുമുള്ള വിചിത്രവാദമാണ് സർക്കാർ ഉന്നയിച്ചത്. ചോദ്യപേപ്പർ AEOയ്ക്ക് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും പുറത്തുവന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി വരികയാണ്. അപ്പോൾ സർക്കാർ പറയുന്നത് ആ ഒരു നടപടി AEOയ്ക്ക് അറിയാമായിരുന്നു, പക്ഷേ AEOയ്ക്കെതിരെ നടപടിയില്ല, ആ അധ്യാപകനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു വിചിത്രവാദവുമായി സർക്കാർ രംഗത്തെത്തുകയാണല്ലേ? എന്താണ് വിശദാംശങ്ങൾ രേഷ്മ? അതെ അമൽ, അതായത് വീർ സവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അത് സംബന്ധിച്ചുള്ള എല്ലാ വിവരവും AEOയ്ക്ക് അറിവുണ്ടായിരുന്നു. എന്നിട്ടും AEOയ്ക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? ഇതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് സർക്കാരിനോട് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സർക്കാരിന് വലിയ വ്യക്തതയുള്ള മറുപടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അധ്യാപകനായിട്ടുള്ള ഗുരുപ്രസാദ് റായി ഹൈക്കോടതിയിൽ ഇന്ന് അധിക രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഈ ഒരു ചോദ്യപേപ്പർ മുഴുവനായിട്ടും അതിന്റെ ചോദ്യപേപ്പറിന്റെ പൂർണ്ണ രൂപം AEOയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ ഇമെയിലിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും തനിക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ ഒരു അധിക രേഖ കണ്ടതിന് ശേഷമാണ് ഹൈക്കോടതി ചോദിച്ചത് AEOയ്ക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല. എന്തായാലും സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് അച്ചടക്ക നടപടിയുടെ ഭാഗമാണ്. താൽക്കാലികമായിട്ട്, അതായത് ഒരു പ്രാഥമിക ഘട്ടത്തിലാണ് ഈ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള നടപടിയല്ല, പകരം ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് സസ്പെൻഷൻ ഉത്തരവ് കൈമാറിയിട്ടുള്ളതാണ്. മാത്രമല്ല, കേവലം ചോദ്യം ഉൾപ്പെടുത്തിയത് കൂടാതെ അക്കാദമികപരമായിട്ടുള്ള വീഴ്ചകൾ ഈ പറയുന്ന അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ചോദ്യം ഉൾപ്പെടുത്തുന്ന വേളയിൽ ജാഗ്രത കുറവും അതോടൊപ്പം തന്നെ മേൽനോട്ടക്കുറവും അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയധികം വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അതാണ് ഈ സസ്പെൻഷൻ നടപടിക്കുള്ള കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു വിചിത്രവാദവും കൂടി ഇന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വീർ സവർക്കർ ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നതിന് യാതൊരുവിധ ഔദ്യോഗിക തെളിവും ഇല്ല എന്നാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. എന്തായാലും ഹൈക്കോടതി ചോദിച്ച ചോദ്യം ഏറെ പ്രസക്തമാണ്. നേരത്തെ AEOയ്ക്ക് അറിവുണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല, പകരം അധ്യാപകനെതിരെ മാത്രം നടപടി സ്വീകരിച്ചു. എന്തായാലും ഈ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം അതോടൊപ്പം തന്നെ ഇമെയിൽ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഹൈക്കോടതി പരിശോധിച്ചിട്ടുണ്ട്. നാളെ അധ്യാപകന്റെ ഹർജിയിൽ ഒരു ഇടക്കാല ഉത്തരവ് പറയാമെന്നാണ് ജസ്റ്റിസ് ബിജു എബ്രഹാം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ സസ്പെൻഷൻ നടപടി അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ഇടക്കാല ആവശ്യം അധ്യാപകൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിലാണ് നാളെ ഉത്തരവുണ്ടാവുക. അമൽ.